കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ ധൂർത്ത് 2 വർഷം തികഞ്ഞ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ കൊടുക്കാൻ നീക്കം. പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ ഒരു മാസം ചെലവഴിക്കുന്നത് 25 ലക്ഷത്തോളം രൂപയാണ്. വിവരങ്ങളുമായി MK വിനോദ് ചേരിയാണ് തിരുവനന്തപുരത്ത് നിന്നും. വിനോദ്, ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം. ട്രഷറി നിയന്ത്രണം പോലും ഏർപ്പെടുത്തി കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിലും സ്വന്തക്കാർക്ക് വാരിക്കോരി കൊടുക്കുന്ന സമീപനം അത് സർക്കാർ സംവിധാനങ്ങൾ തുടരുക തന്നെയാണോ? തീർച്ചയായും നമുക്കറിയാം, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഹൈക്കോടതി വരെ ചോദിച്ചതാണ്, അങ്ങനെയുണ്ടെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി ഒരു ധവളപത്രമോ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയെ പറ്റി ഒരു നിജസ്ഥിതി വെളിപ്പെടുത്താൻ ഹൈക്കോടതി തന്നെ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടതാണ്. ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുമ്പോഴും സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും പണം വാരിക്കോരി നൽകുന്ന ഒരു രീതിയാണ് ഇടതുപക്ഷ സർക്കാർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് നൽകി വരുന്ന ശമ്പളം, ഇവരുടെ പെൻഷൻ ഒക്കെ തന്നെ പരിശോധിക്കപ്പെടുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം 2 മന്ത്രിമാർ ഇപ്പോൾ മാറി, പുതിയതായി 2 മന്ത്രിമാർ വന്നിരിക്കുന്നു. അപ്പോൾ 36 പേർ കൂടി പെൻഷൻ അർഹത നേടുന്നു എന്നുള്ളത് ആണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം എല്ലാ മന്ത്രിമാരും അവരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് 15 മുതൽ 25 വരെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ആളുകളെ തിരികെ കയറ്റുന്ന ഒരു സാഹചര്യം. നിലവിലുള്ള നിയമം എന്ന് പറയുന്നത് 2 വർഷം കഴിഞ്ഞ് 1 ദിവസം കൂടി കഴിഞ്ഞാൽ, 2 വർഷം പൂർത്തിയാക്കി 1 ദിവസം കൂടി ജോലി ചെയ്താൽ അവർക്ക് പെൻഷൻ ലഭിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇഷ്ടക്കാരെ എല്ലാം ഓരോ സർക്കാരും 5 വർഷമാണ് ഓരോ ഭരണ കാലാവധി ഉള്ളത്. അങ്ങനെ വരുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ പുതിയ പേഴ്സണൽ സ്റ്റാഫുകളെ കൂടി ഉൾപ്പെടുത്തുകയാണ്. അങ്ങനെ അവരുടെ ഇഷ്ടക്കാരെ എല്ലാം ഇത്തരത്തിൽ തിരികെ കയറ്റുന്ന ഒരു രീതിയാണ് വരുന്നത്. ഇത്തരത്തിൽ 36 പേർക്ക് കൂടി പെൻഷൻ നൽകുന്ന ഒരു സാഹചര്യം വരുന്നു. ഇവർക്കെല്ലാം കൂടി പെൻഷൻ നൽകാൻ ഒരു മാസം പേഴ്സണൽ സ്റ്റാഫുകൾക്ക് മാത്രം പെൻഷൻ നൽകാൻ 75 ലക്ഷത്തോളം രൂപ വേണം. ഇവരുടെ ശമ്പളം ഇനത്തിൽ തന്നെ, പേഴ്സണൽ സ്റ്റാഫുകളുടെ ശമ്പളം ഇനത്തിൽ തന്നെ 1.46 കോടി രൂപ വേണം. ഇത്രയും പണം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ള വലിയ ചോദ്യമാണ് വരുന്നത്. സംസ്ഥാന ഗവർണർ തന്നെ ഈ ഒരു സംവിധാനം ശരിയല്ല, 2 വർഷം പൂർത്തിയാക്കിയവർക്ക് പെൻഷൻ നൽകുന്ന സംവിധാനം ശരിയല്ല എന്ന് പറയുന്നു. നമുക്കറിയാം, സർക്കാർ സർവീസിൽ പോലും 10 വർഷം കഴിഞ്ഞാൽ മാത്രമാണ് അടിസ്ഥാന പെൻഷൻ ലഭിക്കുക. ഇവിടെ ഇഷ്ടക്കാർക്ക് അവർക്ക് മതിയായ വിദ്യാഭ്യാസ യോഗ്യത വേണ്ട, മറ്റു പരീക്ഷകൾ പാസ്സാകേണ്ട, പാർട്ടിക്കാരായാൽ മാത്രം മതി, പാർട്ടിക്ക് വേണ്ടി സമരം നടത്തുക, പോസ്റ്റർ ഒട്ടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് പേഴ്സണൽ സ്റ്റാഫിലേക്ക് എടുക്കുന്നത്. അവരൊക്കെ 2 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാൽ സർക്കാർ പെൻഷൻ നൽകുകയാണ്. ഇത്തരത്തിൽ പാർട്ടിക്കാരായി മാത്രം ജീവിക്കുന്ന ആളുകൾക്ക് പെൻഷൻ നൽകുന്ന സംവിധാനം, എത്രയോ അഭ്യസ്തവിദ്യരായ ആളുകളാണ് തൊഴിലില്ലാതെ തെക്കുവടക്ക് നടക്കുന്നത്. അപ്പോഴാണ് പാർട്ടിക്കാർക്ക് ഇങ്ങനെ നിയമനങ്ങളും പെൻഷനും ഒക്കെ നൽകുന്ന. വിനോദ്, അത് തന്നെയാണ്. സാധാരണക്കാരായ ആൾക്കാർക്ക് തൊഴിലില്ല, അവർക്ക് പെൻഷൻ ഇല്ല, അവർക്ക് ഒന്നും നൽകാനില്ല. ഇതിന് പൊതുവിപണിയിൽ പോലും കടുത്ത വിലക്കയറ്റം, സപ്ലൈകോയിൽ പോലും സാധനങ്ങളില്ലാത്തൊരവസ്ഥ. ഈ ഒരു ഘട്ടത്തിലാണ് വിനോദ് പറഞ്ഞതുപോലെ തന്നെ സ്വന്തക്കാർക്ക് അത് കോടികളാണ് ഇപ്പോൾ തന്നെ ശമ്പള ഇനത്തിൽ നൽകുന്നതിന്, ഇനി പെൻഷൻ നൽകാൻ വീണ്ടും ലക്ഷങ്ങൾ ആവശ്യമുള്ള ഒരു സാഹചര്യം. പക്ഷേ ഇതിന് കൃത്യമായി അവർ പണം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. സാധാരണക്കാരുടെ കാര്യങ്ങൾ എത്തുമ്പോൾ, സാധാരണക്കാരുടെ ആവശ്യങ്ങൾ എത്തുമ്പോൾ മാത്രമാണ് ചില ന്യായങ്ങൾ പറഞ്ഞ് മുഖം തിരിഞ്ഞു നിൽക്കുന്നത്, അല്ലേ? തീർച്ചയായും സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്കെല്ലാം മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. സാമൂഹ്യ പെൻഷൻ എത്രയോ മാസത്തെ ഇനി കൊടുക്കാൻ ബാക്കി നിൽക്കുന്നു. ഈ നവകേരള സദസ്സ് പുറപ്പെടുന്നതിന് മുമ്പ് 2 മാസത്തെ പെൻഷൻ കൊടുത്ത വിമർശനങ്ങൾക്ക് ഒരു ചെറിയ തടയിടാനുള്ള ശ്രമം മാത്രമാണ് നടത്തിയത്. ഇപ്പോൾ ഈ വർഷം അവസാനിക്കുകയാണ്, 2024ലേക്ക് കടക്കുന്നു. ക്ഷേമ പെൻഷനുകൾ ഇനിയും മാസങ്ങളായി നൽകാനുണ്ട്. അതുമാത്രമല്ല, കൃത്യമായി ശമ്പളം നൽകാത്ത എത്രയോ സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. ഉദാഹരണം KSRTC. എല്ലാ സർക്കാർ ജീവനക്കാർക്കും അടുത്ത മാസം 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം ലഭിക്കുമ്പോൾ KSRTCക്ക് മാത്രം കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല. ഗഡുക്കളായിട്ടൊക്കെയാണ് ശമ്പളം കൊടുക്കുന്നത്. നമുക്കറിയാം, KSRTC എന്ന് പറയുന്നത് ഇത്തരത്തിൽ പാർട്ടിക്കാരെ തിരികെ കയറ്റുന്ന ഒരു സംവിധാനവും ഒന്നും അല്ല. അവിടെ PSC പരീക്ഷ നടത്തിയാണ്. നമ്മൾ സഞ്ചരിക്കുന്ന ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ PSC പരീക്ഷ എഴുതി പാസ്സായി അത്തരത്തിൽ റാങ്ക് പട്ടികയിൽ വന്ന് നിയമനം നേടുന്നവരാണ്. മറ്റേതൊരു സർക്കാർ സ്ഥാപനത്തിലെ പോലെ ജോലി നേടുന്നവരാണ് ഈ KSRTC ജോലിക്കാരും.
അവർക്ക് കൃത്യമായി ശമ്പളം നൽകുന്നില്ല. അങ്ങനെ ശമ്പളം നൽകാതിരിക്കുന്ന ഒരു സർക്കാരാണ് സ്വന്തം ഇഷ്ടക്കാരെ പാർട്ടി മന്ത്രിമാരുടെ കൂട്ടത്തിൽ തിരികെ കയറ്റി 2 വർഷം പൂർത്തിയാക്കി അവരെ മാറ്റി അടുത്ത 22 പേരെ കൂടി കയറ്റി അങ്ങനെ ഒരു മന്ത്രി തന്നെ 44 പേർക്ക് പെൻഷൻ വാങ്ങിക്കൊടുക്കുകയാണ്. പിന്നെ എങ്ങനെ പാർട്ടിക്കാർക്ക് അണികളെ ലഭിക്കാതിരിക്കും? ആ പാർട്ടിക്ക് വേണ്ടി മരിക്കാനും തയ്യാറാകുന്നത് ഇതുകൊണ്ടൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിൽ എല്ലാ തരത്തിലും എല്ലാ വീടുകൾക്കും പെൻഷനുകൾ വാങ്ങിക്കൊടുത്താണ് വീണ്ടും ഇവരുടെ അണികളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ പഠിച്ച് പാസ്സായി ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദവും നേടാവുന്ന എല്ലാ വിദ്യാഭ്യാസ നേട്ടവും നേടിക്കഴിഞ്ഞിട്ടും യാതൊരു ജോലിയുമില്ലാതെ നിൽക്കുന്ന എത്രയോ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വിനോദ്, അത് തന്നെയാണ് യാഥാർത്ഥ്യം. അഭ്യസ്തവിദ്യരായ നിരവധി പേർ, ലക്ഷക്കണക്കിന് പേർ ഒരു തൊഴിലിനായി വേണ്ടി ഇങ്ങനെ അലയുമ്പോഴാണ് സ്വന്തക്കാർക്ക് തൊഴിലും ശമ്പളവും കനത്ത പെൻഷനും അടക്കം നൽകാനുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ നീക്കം. പണമില്ല എന്ന് കൈമലർത്തുന്ന ഈ സർക്കാർ തന്നെയാണ് സ്വന്തക്കാർക്ക് പണം നൽകുന്നത്, വാരിക്കൂരി നൽകുന്നത് എന്നതും യാഥാർത്ഥ്യം തന്നെയാണ്. എനിക്ക് വിനോദാണ് തിരുവനന്തപുരത്തിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്.